ഇത് കാണുമ്പോൾ ഓർക്കും നമ്മളിത് ഏതെങ്കിലും കല്യാണത്തിന് പോയതാണോ ചെറുക്കന് ഒരുക്കുവാണോ എന്നൊക്കെ തോന്നും ഈ ഒരു കള്ളച്ചിരിയൊക്കെ കാണുമ്പം. പക്ഷെ ഞങ്ങൾ അങ്ങനൊന്നും അല്ല. ഇതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. അപ്പം ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ദിവസങ്ങളിലായിട്ട് കണ്ട കുറച്ച് വീഡിയോസും ഫോട്ടോസും അങ്ങനെ നമുക്ക് കുറച്ച് നല്ല നല്ല മെമ്മറികളുള്ള കുറേയേറെ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞങ്ങളിത് എൻജു ആണെങ്കിൽ മൽബറി പഠിച്ചതാണ് കേട്ടോ. കുറച്ച് ഉണ്ടായിരുന്നു അതിൽ പഴുത്തതൊക്കെ അവൾ പറിച്ചെടുത്തതാണ്. അവൾക്കാണെങ്കിൽ ഒരുപാട് പഴുത്തതിനോട് താല്പര്യമില്ല. ചെറിയ പുളിയോടൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ അവളാണെങ്കിൽ അതിലുണ്ടായിരുന്നൊക്കെ എനിക്ക് തോന്നുന്നു പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മളിവിടെ പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇവിടെ ആണെങ്കിൽ പേരയ്ക്ക ഉണ്ടെന്ന് ഇത് എൻ്റെ മമ്മിയുടെ വീടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പേരയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആണെങ്കിൽ പേരയ്ക്ക പഴുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടായി പോവാന്ന് പറഞ്ഞു. അത് കഴിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഉണ്ടായിരുന്നതാണെങ്കിൽ കൊള്ളാവുന്നതാണെങ്കിൽ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനെയുള്ളായിരുന്നു. ബാക്കിയൊന്നും അങ്ങനെ കൊള്ളില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ എല്ലാം ജസ്റ്റ് ഒന്ന് കയറി എല്ലാം നോക്കി. ഞങ്ങൾ ഒരു ദിവസമാണെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പകൽ ദിവസമാണെങ്കിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് ഹാളിലാണെങ്കിൽ പിന്നെ ഞാൻ എല്ലാ വീഡിയോസും ഒന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലാണോ മീഷോയിലെങ്ങാണ്ട് ഓരോന്നോ ജെയ്സനാണെങ്കിൽ അവൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോ കാണുന്ന പോലെ ഒരുപാട് വലുതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാലാണെങ്കിൽ ആ ഒരു ഹാളിന് ആപ്റ്റായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ഒരു TV സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ചേക്കുന്ന അതും ആണെങ്കിൽ അവർ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. അതും കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റും അങ്ങനെ പ്രസൻറ്റ് കിട്ടിയതൊക്കെ ആണെങ്കിൽ അതിനോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പപ്പ കേട്ടോ. വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഹാളും ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഇപ്പോൾ TV കണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇരിക്കുന്നവർക്കും അതുപോലെ ആണെങ്കിൽ ഹാളിലൊക്കെ ഇരിക്കുന്നവർക്കും ഒരുപോലെ വ്യൂ കിട്ടുന്ന ഒരു അങ്ങനെയായിട്ടാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പഴയ കുറെ ഓർമ്മകളിലേക്ക് അല്ലേ ഒരു കല്യാണം കൂടെ കഴിച്ചാൽ അപ്പനും ആ മോളും മോനും കൂടെ അപ്പനെ ഒരുക്കുക. അതെന്ത് എന്റെ ബ്ലൗസാ അത്, എന്റെ ബ്ലൗസാ അത്. ഇങ്ങോട്ട് നീങ്ങിയെന്ന് ചോദിച്ചാ. പക്ഷെ സർവാണിയുടെ ഇത് നോക്കി സ്പ്രേ അടിക്കണ്ട. പപ്പായിക്ക് ഒന്നുകൂടെ ഒന്ന് കല്യാണം കഴിച്ചു കൊള്ളാറുണ്ട്. ഇപ്പൊ നല്ല അന്നത്തേലും കൊള്ളാം, അന്നത്തേലും കൊള്ളാന്ന്. ഞാൻ പോകാൻ വേണ്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സെർവാണിയും കൊണ്ട് വന്നത്. മമ്മി ആണെങ്കിലേ ഇപ്പല്ല യൂയില് പോണ നാളെയാ. ഇപ്പൊ റെഡി ആവും. പെണ്ണിരിക്കുന്നു, പെണ്ണ് ഒരുങ്ങിയിട്ടില്ല. അതെ വാ എല്ലാരും കഴിക്കുന്നുണ്ട്. എവിടെ കൊണ്ടേ ഞാനാണെങ്കിൽ ഇവരെക്കാട്ടി മുന്നേ ഒരാഴ്ച മുന്നേ ആണെങ്കിൽ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർ ആ സമയത്ത് ഞാൻ അടുക്കി വെക്കുന്ന സമയത്ത് ഓരോന്ന് നോക്കിയ സമയത്ത് കിട്ടിയതാണ് ഈ ഒരു ഷെർവാണി. കല്യാണ സമയത്ത് ഇട്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്നതിനോടായിരുന്നു താല്പര്യം. പക്ഷെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് കേട്ടോ. എനിക്ക് പക്ഷെ ഇഷ്ടമല്ലായിരുന്നു അന്ന് അത് ഇട്ടത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേന് പിള്ളേർ പറഞ്ഞ് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ഒരു പ്രകാരമാണ് ഇങ്ങനെ ഇട്ട്. പിന്നെ അവർ തന്നെ ഇങ്ങനെ അവർ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരുക്കുന്നതും ഒക്കെ. ഒരാൾ മാലയിട്ട് കൊടുക്കുന്നു, ഒരാൾ ടവൽ കൊടുക്കുന്നു, ഒരാൾ പൗഡർ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരൊക്കെ പണ്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അവരിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ മത്സരിച്ച് ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഒരു കള്ളച്ചിരിയൊക്കെ പഴയ ഓർമ്മകളൊക്കെ പോയി കാണും. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ച് എന്നെ കൊണ്ടുവിടാനാണെങ്കിൽ അവരെല്ലാം കൂടെ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാട്ടിലോട്ട് പോകുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. തിരിച്ചു പോകുമ്പോഴത്തേന് അത് അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും ഭയങ്കരമാണ്. പിന്നെ ഇവർ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് തിരിച്ചു വരുമല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് ഉണ്ട് മനസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളും ചക്കയും മാങ്ങയും അങ്ങനെ ഉള്ള ഈ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി തിരിച്ച് എന്നാണോ നാട്ടിൽ പോകുന്ന ആ സമയത്തല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ ഓർമ്മകളാണ്. നല്ല 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 കുറേ ഓർമ്മകൾ. അപ്പോൾ ഈ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കാരണം കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ വയ്യാട്ടൂരെ പോയ സമയത്ത് അന്ന് റംബൂട്ടാനൊക്കെ പറിച്ച് അവിടെ നിന്നിട്ട് കഴിച്ച് അങ്ങനെ ഞാൻ വീട്ടിലുള്ള കുറച്ച് ഫോട്ടോസും പിന്നെ ഞാനും പിന്നെ ഞങ്ങളുടെ ഫാമിലി അപ്പായാലും ഞങ്ങളുടെ കുട്ടികളുടേതും. ഇപ്പം ഞങ്ങൾ എവിടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ എൻജോയ്നൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ എന്നിരുന്നാലും നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവരാണെങ്കിലും അവരായിരിക്കും മുന്നമേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് വയ്യാറ്റൂരാണെങ്കിൽ തോടാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് അവിടെ പോകാനും. എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ ആ ഒരു അവിടെ ഒരു എത്താറാകുമ്പോഴത്തേനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് എത്തുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക സന്തോഷമില്ലേ. ആ ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് തോട്ടിലൊക്കെ പോകുമ്പോൾ. പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ എല്ലാ സമയത്തും ഇല്ല, ചില സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് ഒരു സ്നാക്സൊക്കെ കഴിച്ചിട്ടിരിക്കും. അന്ന് ഞങ്ങൾ എവിടെയോ പോയ സമയത്ത് ഇതുപോലെ ചായ മാത്രമാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. സ്നാക്സ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ചായ ആ സമയത്ത് 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.